ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ മാളൂസ് ടോക്സ്. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇന്ന് ഉത്രാടായില്ലേ, നാളെയാണ് തിരുവോണം. അപ്പം നമുക്കിന്ന് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വാങ്ങാൻ പോയാലോ. പൂക്കൾ എന്നാണ് കേട്ടോ പറഞ്ഞാൽ, പൂക്കളം വാങ്ങുന്ന തോന്നി. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ഉത്രാടപ്പാച്ചിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് ഗൈസ്, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ വ്ളോഗിന്. നമ്മൾ ഐഫോൺ എടുത്തിട്ടുള്ള ഒഫീഷ്യലി ഫസ്റ്റ് വ്ളോഗാണിത്. സോ ഐ ആം സോ ഹാപ്പി. ആൻഡ് ഗൈസ്, ഞാൻ ഇത് സീരിയസ്ലി ഇന്നലെ ഒരു വ്ളോഗ് എടുത്തിരുന്നു. ബട്ട് അതിൻ്റെ ഡ്യൂറേഷനൊക്കെ 2 മിനിറ്റ്സാണ് ഉണ്ടായുള്ളൂ. അതാണെങ്കിൽ ഞാൻ ലോങ് വീഡിയോൻ്റെ ആ ഒരു ഇതിലാണ് എടുത്തത്. ഒരു ഷോപ്പിംഗ് അല്ല, അങ്ങനത്തെ ഒരു വ്ളോഗ്, ഒരു ഈവനിങ് വ്ളോഗ് പോലെ. അപ്പോൾ എന്തായാലും അത് ഞാൻ എൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാമെന്നൊരു വിചാരിച്ചു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്തത് 2 മിനിറ്റ്സ് ആവുള്ളൂ. സോ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ അപ്പം നമ്മളെല്ലാവരും കൂടി പോവാണ് മാനന്തവാടിക്ക്. അപ്പം അവിടുന്ന് നമ്മൾ പിന്നെ ഒന്ന് ഉത്രാടപ്പാച്ചിലൊക്കെ കാണാമെന്ന് പോയിട്ട്. ഓക്കെ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ അച്ഛനും അമ്മയും പൊന്നും അച്ഛമ്മയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചതാണ്. ഈ ഒരു കുർത്ത വിത്ത് ഈ ഒരു ബ്ലൂ ജീൻസാണ്. ബ്ലൂ ഷോർട്ട് കുർത്തയും ബ്ലൂ ജീൻസാണ്. നല്ല രസം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ടുഡേയ്സ് ഹൈലൈറ്റ് എൻ്റെ കമ്മലാണ്. അത് ഞാൻ കാണിച്ചിട്ട് അതിന് മുമ്പായിട്ട് എൻ്റെ വളയൊക്കെ നല്ല രസമില്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ എൻ്റെ ആക്സസറീസ് കമ്മൽ കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇതാ എൻ്റെ കമ്മൽ നല്ല രസമില്ലേ. അത്യാവശ്യം നല്ല വലുതാണെങ്കിലും ഇത് നല്ല ലൈറ്റ് വെയ്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ ആരാ വന്ന് ഒറ്റയ്ക്ക് നോക്കുന്നുണ്ട് പൊന്നു. ഓക്കെ ഗായ്സ്, ആൻഡ് ഇതായിരുന്നു ഞാൻ പുതിയ ഒരു കവർ വാങ്ങിയത്, അതാണിത്. ഓക്കെ, എന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കാറിൽ കയറിയിട്ട് പോവാണ്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, അതാണ് ഞാൻ ഈ ചുമച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ചുമയായി. അപ്പോഴത്തേക്കും എനിക്ക് നല്ല ജലദോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ടവലൊക്കെ കൈ പിടിച്ചങ്ങനെ കണ്ണെന്നും മുഖന്നും വായിന്ന് ഒക്കെ വെള്ളം വരുന്നുണ്ട്. ഒട്ടും വയ്യ കേട്ടോ. എന്നിട്ടും പിന്നെ ഉത്രാടപ്പച്ചിലൊക്കെ കാണാനോ സാധനമൊക്കെ വാങ്ങാൻ വന്നിയാ. ആൻഡ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എന്താ ദീപ്തി വിഷൻ എന്ന് പറഞ്ഞ സ്ഥലം, അങ്ങനെ എന്തോ ഒരു കടയായിരുന്നു. അവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ മെഷീൻ കേടായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അത് നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം ഞാൻ അമ്മയും പൊന്നും കയറി. അപ്പം അച്ഛൻ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ മുഖത്ത് എന്തോരം കുഞ്ഞി കുഞ്ഞി കുരുക്കളാണ്. സോ അത് നോക്കിയിട്ട് ഞാൻ നേരെ പോവാണ്. ഓക്കെ, ദീപ്തി വിഷൻ എന്നാണ് കേട്ടോ കടേൻ്റെ പേര്. സോറി. ഓക്കെ, അത് തന്നെയാണ്. സോറി ഒക്കെ ഇതേപോലെ. അപ്പോൾ നീല ബിഗ് ഷോപ്പറിലുള്ളതാണ് നമ്മുടെ സാധനം കേട്ടോ. അത് അമ്മയും പൊന്നൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി കളർ മെഷീൻസ് കണ്ടുപോകുന്നല്ലോ. പച്ചയുണ്ട്, നീലയുണ്ട്, റോസുണ്ട് എന്നൊക്കെ പറയുന്നത് കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ കുറച്ച് നേരം പൂക്കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം നോക്കി ഇവരെ പോയ സമയത്ത്. ഓക്കെ, നമ്മൾ നേരെ അച്ഛൻ്റെ ഓഫീസിൽ പോയി കാറ് പാർക്ക് ചെയ്തതാണ് ഗായ്സ്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഏതോ കാട്ടിലാണ് എന്നുള്ളതെന്ന്. സോ ഗായ്സ്, എനിക്ക് പേടിയാവുന്നുണ്ട് ഈ കാട്ടിക്കൂടെ നടക്കാൻ. പക്ഷേ ചുമ്മാ അറിഞ്ഞാട്ടെ, ഇത് അച്ഛൻ്റെ ഓഫീസാണ്. ഫോറസ്റ്റ് ഓഫീസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചുറ്റിനും നല്ല ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇതാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടില്ല, ഏറ്റവും സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഇവരുടെ ഓഫീസിൻ്റെ ഈ താഴെ ഇറങ്ങി വരുന്ന ഈ സ്റ്റെപ്പ്. നല്ല സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ താറാവൊക്കെ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. അതിൻ്റെ അവിടെയായിട്ടാണ് നഗരവനുള്ളത്. അത് ഞാൻ കാണിക്കാനാണ് നോക്കുന്നത്, പക്ഷെ ക്യാമറയിൽ അത് കാണുന്നില്ല കേട്ടോ. എൻ്റെ കൈ എവിടെയോ നഗരവനത്തിൻ്റെ ഓപ്പണിങ് എവിടെയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് നഗരവനും കാണിച്ചു തരാവേ. കണ്ടോ നഗരവനത്തിൻ്റെ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ നേരെ മേലെയാണ് കേട്ടോ അച്ഛൻ്റെ ഓഫീസ്. അപ്പം നമ്മൾ അച്ഛൻ്റെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ പോകാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ശരിക്കും ഉത്രാടപ്പാച്ചിലായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റാത്ത തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ തിരക്ക് കുറഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. ഇപ്പം അത്ര എന്താ പറയുക, തിരക്കില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് നടന്നത്. പൂ വാങ്ങാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ പൂച്ചന്തകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാ കടയിലും പോയിട്ട് ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കടയിൽ നിന്നും കുറച്ചായിട്ട് പൂ വാങ്ങി. എന്നിട്ട് പിന്നെ മൊത്തത്തിൽ കൂട്ടി വെക്കുകയാണ് ചെയ്തത്. നാളത്തെ എന്തായാലും ഒരു ഓണം ഡേ ഇൻ മൈ ലൈഫ് ഇടാം കേട്ടോ. അപ്പം കുറേ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടി. എന്ത് രസം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ,
നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിയത് നമ്മുടെ പൂവാണ്, ആ ചേട്ടൻ്റെ കയ്യിൽ സേഫായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അവിടുന്ന് ഞാൻ എല്ലാ കടയിലും കയറി കുറച്ചായിട്ടാണ് വാങ്ങിയത്. ആർക്കും സങ്കടം തരണ്ടല്ലോ വിചാരിച്ചിട്ട് ചുമ്മാ പറഞ്ഞു കേട്ടോ. എല്ലാ കടയിലും കുറച്ച് വാങ്ങി, കാരണം എനിക്ക് ഒരു പൂ ഇഷ്ടപ്പെടുമ്പോൾ ആ കടയത്തെ വേറെ പൂ ഇഷ്ടപ്പെടില്ല. അവിടെ ഒരു പുഴുവിനെ കണ്ടിട്ട് ഞാൻ അതുപോലെ അവിടെ വെച്ചു. ആൻഡ് ഈ ഒരു പൂ കണ്ടോ, അതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് റോസാപ്പൂ നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, കുറേ കളേഴ്സ് ഉണ്ടായില്ല, ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കളർ അത് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അതിന് താഴെ കുറച്ച് ബൊക്കെ ഫ്ലവേഴ്സ് പോലത്തെ ഫ്ലവർ ഉണ്ടായി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് മുല്ലപ്പൂ പൊന്നൂനും മറ്റേ പൂ എനിക്കുമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇത് ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്തതായിരുന്നു, പക്ഷേ ഞാൻ അറിയാണ്ട് ലോങ് വീഡിയോയിൽ ആഡ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ അത് അവിടെ കിടക്കട്ടെ അല്ലേ. ഓക്കെ, എനിക്ക് നമ്മൾ ഈ കടയിൽ പോയിട്ട് ഈ വൈറ്റ് ഫ്ലോറും കുറച്ച് വാങ്ങി, കാരണം അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നേരത്തെ വാങ്ങിയത് കുറച്ചൊരു ബ്ലാക്ക് പോലെ അടിക്കുന്നുണ്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതും വാങ്ങി. പിന്നെ ഇത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ദീപ്തേഷിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കാഞ്ചി കാമാക്ഷി ക്ഷേത്രമാണ്, അത് കാണാൻ നല്ല രസമില്ല. അപ്പം ഞാൻ അതും എടുത്തു. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ദീപ്തി വിഷനിലോട്ട് എത്തിയിട്ടുണ്ടായി ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ കാർ എടുക്കാൻ പോയ സമയത്ത് ഞാനും അമ്മയും പൊന്നും കൂടെ അവിടെ ഇരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എനിക്ക് നല്ല ജലദോഷമായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും വലിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഞാൻ എന്തായാലും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നാളെ ഓണമല്ലേ, അപ്പം നമുക്ക് അതിന് ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ആണോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ്, നാളെ ഓണം ഡേ മൈ ലൈഫ് വേണോ വേണ്ടോ എന്നൊക്കെയുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയ്ക്ക് ലവ് യു ആൻഡ് ബൈ.